എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കറിവേപ്പിനെ സംബന്ധിച്ചുള്ളതാണ്. ഇത്ര ഒരു കറിവേപ്പ് വളർന്നു കഴിഞ്ഞാൽ അതിന് നല്ല പുഷ്ടിമ, നല്ല ആരോഗ്യം, നല്ല കരുത്ത് വരാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു കറിവേപ്പ് ഇപ്പം നട്ട് ഇത് 3 വർഷം കഴിഞ്ഞ കറിവേപ്പാണ്. ഒരു കറിവേപ്പ് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇല വരുമ്പം തുടങ്ങി നമ്മൾ പോയി ഇല പറിച്ചെടുക്കരുത്, കറിവേപ്പില ഒടിച്ചെടുക്കരുത്. അത് 3 വർഷത്തേന് അതിനെ വളരാൻ അനുവദിക്കണം. അതാണ് ഈ പണ്ടുകാലം തുടങ്ങിയുള്ള ഒരു വെപ്പ്. അതായത് പണ്ടുകാലം തുടങ്ങി ശീലിച്ചു പോരുന്ന ഒരു കാര്യം. അത് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. കറിവേപ്പ് വളരാൻ ആ കാര്യം ചെയ്യുക, ഈ കാര്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ശരിക്കും ഒരു കറിവേപ്പ് നട്ട് കഴിഞ്ഞാൽ അതിന് പൂർണ്ണ വളർച്ച എത്താൻ 3 വർഷം വേണം. ഇതിപ്പോൾ 3 വർഷം ആയപ്പോഴത്തേനും അതിൻ്റെ ചുറ്റിലും വേറെ പൊട്ടിക്കിളുത്ത് തൈകളുണ്ടായിട്ടുണ്ട്. ആ തൈകളൊക്കെ ഒരു പരിപാലനവും ഇല്ലാതെ വളരുന്നുമുണ്ട്. പിന്നെ കറിവേപ്പ് വളരാൻ ഏറ്റവും അത്യാവശ്യമായ കാര്യമെന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ കറിവേപ്പ് നന്നായിട്ട് വളരത്തുള്ളൂ. പിന്നെ അതിൽ പുഴു കയറിയോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഇത് കണ്ടോ, ഇപ്പോൾ കുറച്ച് ദിവസത്തെ മഴയുടെയാണ് ഈ കാണുന്നത്. മഴയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്തിന് നമ്മൾക്ക് മഴ പ്രശ്നമാണെങ്കിലും ഈ ഇരിക്കുന്ന ഈ ആൾക്ക് മഴ ഒരു പ്രശ്നമല്ല. ആ പുള്ളി നല്ല ശുഷ്കാന്തിയോടെ പുള്ളിയുടെ ജോലി നോക്കുന്നുണ്ട്. ആ പുള്ളീനെ നമുക്ക് അങ്ങോട്ട് തട്ടിക്കളയണം. ആ പുള്ളിയാണ് നമ്മുടെ കറിവേപ്പിൻ്റെ പ്രധാന ശത്രു. കറിവേപ്പെ കാണുന്ന ഒരു സാധനമായിരുന്നു. ഇരിക്കുന്ന ഇരിപ്പുണ്ട്, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നു. അപ്പോൾ നമ്മൾ കറിവേപ്പിന് പിന്നെ പ്രത്യേകിച്ച് മരുന്നടിക്കുകയോ ഒന്നും ചെയ്യേണ്ട. കറിവേപ്പിന് പിന്നെ വേണ്ട കാര്യം നമ്മുടെ വീട്ടിൽ കളയുന്ന പഴയങ്കഞ്ഞിവെള്ളം തളിച്ചു കൊടുത്താൽ മാത്രം മതി. അത് വേണമെങ്കിൽ കുപ്പിയിലാക്കി അരിച്ചെടുത്ത് സ്പ്രെയറിനകത്താക്കി അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വെറുതെ കൈ കൊണ്ട് തളിച്ചു കൊടുക്കാം. അപ്പോൾ ഈ 2 കാര്യമാണ് കറിവേപ്പിന് ചെയ്യേണ്ടത്. ഇപ്പം 3 വർഷമായതാണ്. എന്താ തണ്ട് ഇതുപോലെ വണ്ണം വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും ഞാൻ കറിവേപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കറിവേപ്പ് ഇങ്ങനെ വളരാൻ വേണ്ടി എന്നാ ചെയ്യേണ്ടതെന്ന്. ആ വീഡിയോ ഇന്ന് കണ്ടു നോക്കണം. എൻ്റെ പഴയ വീഡിയോകൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. കറിവേപ്പിനെ സംബന്ധിക്കുന്ന 1-2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കറിവേപ്പിന് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ വീട്ടിലെ പച്ചക്കറിയുടെ വേസ്റ്റ്, അത് ഏത് വേസ്റ്റ് ആയാലും കറിവേപ്പിന് ഒരു പ്രശ്നവുമില്ല. അവന് ദുർവളം പ്രശ്നമേ അല്ല. അത് കണ്ടോ, ഈ വീട്ടിലെ വേസ്റ്റെല്ലാം ഞാൻ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഇപ്പം മുട്ടത്തോട്, സർവ്വ പച്ചക്കറിയുടെ വേസ്റ്റ് ഇടുന്നുണ്ട്. അതൊക്കെ അഴുകി പൊടിഞ്ഞ് നല്ല വളമായിക്കോളും. പിന്നെ ഞാൻ കാലിവളമല്ല ഇടുന്നത്, അതായത് പശുവിൻ്റെ ചാണകമല്ല ഇടുന്നത്, ആട്ടിൻ ചാണകമാണ്. ആട്ടിൻ ചാണകമാണ് ഈ സാധനത്തിന് ഏറ്റവും നല്ലത്. ഒരുമാതിരിപ്പെട്ട കൃഷിക്ക് എല്ലാം നല്ലത് ഈ ആട്ടിൻ ചാണകമാണ്. പച്ചച്ചാണകത്തിനൊരു പ്രശ്നമുണ്ട്. അതിൽ ബാക്ടീരിയകൾ കൂടുതൽ കാണും. ആ ബാക്ടീരിയകൾ ചിലത് ഈ പച്ചക്കറി കൃഷിയുടെ കാര്യത്തിൽ ദോഷമായിട്ട് സംഭവിക്കും. അതിൻ്റെ വേരിനൊക്കെ കേടുവരുത്തും. നന്നായിട്ട് ഉണങ്ങി നല്ല വൃത്തിയില്ലാത്ത ചാണകമാണെങ്കിൽ അതിന് കേടുവരും. പക്ഷെ ആട്ടിൻ ചാണകം അങ്ങനെയല്ല. ആട്ടിൻ കാട്ടം ഗുളിക പോലെയല്ലേ, അത് പൊടിച്ച് നമുക്കെടുത്ത് അങ്ങോട്ട് ഇടാവുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ ആയല്ലോ. 3 വർഷമായി, അത്രയും വളർന്നു. സൂര്യപ്രകാശം വേണം, പച്ചക്കറിയുടെ വേസ്റ്റ്, പിന്നെ പഴങ്കഞ്ഞിവെള്ളം, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചിലവില്ലാതെ കിട്ടുന്ന സാധനമാണ്. പിന്നെ ഈ ആശാന്മാരെ പിടിച്ചു കളയണം, അത് നമുക്ക് ശ്രദ്ധ വേണം. പിന്നെ ഇത്രയും വളർച്ച എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത്. ഇത്രയും വളർച്ച എത്തിക്കഴിഞ്ഞാൽ എന്താ ഈ ഒരു സാധനം വേണ്ട, ഇത് വലിയതുണ്ട്, ഞാൻ കാണിക്കും. വേണ്ട, ഇത് വെട്ടുകല്ലിൻ്റെ ഒരു കഷ്ണം. അത് പേരയൊക്കെ പണിയാൻ ഉപയോഗിക്കുന്ന വെട്ടുകല്ലില്ലേ, ആ വെട്ടുകല്ലിൻ്റെ ഒരു കഷ്ണം. അതങ്ങോട്ട് ഇടിച്ച് പൊടിച്ച് ഇതിൻ്റെ ചുറ്റിനും ഇട്ട് കൊടുത്തേച്ചാൽ മതി.
ഈ വെട്ടുകല്ലിടുന്നത് കറിവേപ്പിൻ്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ്. ഇതുപോലെ വല്ല വാക്കത്തിക്കൊക്കെ അങ്ങോട്ട് വെട്ടി അതിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ട് അങ്ങോട്ട് വെട്ടി തല്ലി പൊടിച്ചിട്ടാൽ മതി. അപ്പം നീർവാർച്ച ഉള്ള സ്ഥലങ്ങളിലാണ് കറിവേപ്പ് നടേണ്ടത്. അതായത് വെള്ളം വലിഞ്ഞു പോകുന്ന സ്ഥലങ്ങളിൽ വേണം കറിവേപ്പ് നടാൻ. അപ്പോൾ ഇത് മുഴുവനും ഇങ്ങനെ തല്ലി പൊടിച്ചേച്ച് വരാം. ഇതുണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ ഇതുപോലെ വെട്ടുകല്ല് പൊടിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് വെട്ടുകല്ല് പൊടിച്ചിട്ടു. ഇനി അപ്പുറത്തെ വശത്തൂടെ ഇപ്പോൾ ഒരുമാതിരി പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ പൊടിച്ചിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ച് വെട്ടുകല്ല് കിട്ടി. അതിൻ്റെ ചുറ്റിലും ഞാനിങ്ങനെ പൊടിച്ചിട്ട് കൊടുത്തു. എനിക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ബീന ചേച്ചിയാണ്. അവരുടെ വീട്ടിൽ കറിവേപ്പുണ്ട്. ആ ബീന ചേച്ചി ഇതുപോലെ കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഇതുപോലെ പുഴു പിടിച്ചോ നോക്കും, പഴങ്കഞ്ഞിവെള്ളം ഒഴിക്കും. അതുപോലെ വളർന്നു കഴിയുമ്പം ഇതുപോലെ വെട്ടുകല്ല് പൊടിച്ചിടും. പിന്നെ നടുമ്പം പ്രത്യേകിച്ച് ഒരു വളവും ചെയ്യുകയില്ല. വെറുതെ നട്ട് നല്ല കുഴിയെടുത്ത് ഒരല്പം വട്ടത്തിൽ സാധാരണ നമ്മൾ ഇതിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു സാധാരണ വട്ടത്തിൽ കുഴിയെടുത്ത് അങ്ങ് നട്ട് പിടിപ്പിച്ചേച്ച് വളർന്നു കഴിയുമ്പം ഇതുപോലെ വെട്ടുകല്ലൊക്കെ പൊടിച്ചിട്ട് കൊടുക്കും. പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കും. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഒരു വളവും ചെയ്യുന്നില്ല. പിന്നെ 3 വർഷത്തേന് അതേന്ന് ഒരേല പോലും പുള്ളിക്കാരത്തി അടർത്തുകയില്ല, അടർത്താൻ സമ്മതിക്കത്തുമില്ല. നല്ല ഭംഗിയായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. പുതിയ വീഡിയോയുമായി വരുന്നവരെയും ബൈ.